ഓഡിയോ ഓക്കെ ആണോ? ഓഡിയോ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് JLA ടോപ്പിക് ആണ് നമ്മൾ Q&A ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫിലാരിയാസിന്റെ കുറച്ച് Q&A ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഫിലാരിയാസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് കോസ് ചെയ്തത്, എന്താണ് അതിന്റെ പ്രത്യേകത, നമ്മൾ ആ സാമ്പിളൊക്കെ കളക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, കാലത്താണോ രാത്രിയാണോ, പിന്നെ അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വേറെ ഏതൊക്കെ സ്പീഷീസ് ആണുള്ളത്, അപ്പൊ അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിംഫാറ്റിക് ഫിലാരിയാസിസ് is mainly caused by എന്താണ്? Ascaris lumbricoids, then Wuchereria bancrofti, Trichuris trichura, then Enterobius vermicularis. എന്താണ് വരിക? ലിംഫാറ്റിക് ഫിലാരിയാസിസ് മെയിൻലി കോസ്ഡ് ബൈ ആരാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഓപ്ഷൻ പോലും വായിക്കേണ്ട കാര്യമില്ല ഇതില്. യെസ്, ഓപ്ഷൻ ബി Wuchereria bancrofti ആണ്. Okay, Wuchereria bancrofti is the most common causative agent of lymphatic filariasis. Then next നോക്കാം, the other important species. അപ്പൊ നോക്കാം വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ്. സെയിം ലിംഫാറ്റിക് ഫിലാരിയാസിസ് കോസ് ചെയ്യുന്ന വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഏതാണ്? Brighia malai, Strongyloides coralis, and then Ancylostoma duodenale and Loa loa. ഏതാണ് വരിക? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ, വേഗം ആയിക്കോട്ടെ. Wuchereria bancrofti അല്ലാതെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ്, Brighia malai ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ലിംഫാറ്റിക് ഫിലാരിയാസിസ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ ആരൊക്കെയാണ്? Wuchereria bancrofti and Brighia malai. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഹിർഷാന, ലിജി, നവ്യ എല്ലാവരും എ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then next നോക്കാം. The infective stage of filarial worm for human is microfilaria, egg, third stage larvae, adult worm. ഇതില് ഹ്യൂമൻസിലെ ഈ ഫിലാരിയൽ വേവില് ഏത് സ്റ്റേജ് ആണ്? ഏതാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഹ്യൂമൻസിന്? അതിന്റെ മൈക്രോഫിലാരി ആണോ, എഗ് ആണോ, അല്ലെങ്കിൽ ലാർവൽ തേർഡ് സ്റ്റേജ് ലാർവ ആണോ, അല്ലെങ്കിൽ അഡൾട്ട് വേം ആണോ? ഏതാണ്, ഏത് സ്റ്റേജ് ആണ് ഇൻഫെക്റ്റീവ് ഫോം? യെസ്, ഓപ്ഷൻ സി, തേർഡ് സ്റ്റേജ് ലാർവ. Okay, mosquitoes infect third stage larvae into human during biting. Then next നോക്കാം, the definitive host of Wuchereria bancrofti is mosquito, human, dog, snail. ഏതാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്? ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഏതാണ്? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ, വേഗം ആയിക്കോട്ടെ. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആരാണ്? യെസ്, ഹ്യൂമൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. Okay, human harbor adult worm where sexual reproduction occurs. The mosquito acts as a vector or intermediate host ആണ് കേട്ടോ, മാറിപ്പോവരുത്. ഓക്കെ, അപ്പൊ മോസ്കിറ്റോ ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഓക്കെ, then vector responsible for transmission of Wuchereria bancrofti in India is commonly ഏതാണ്? ഏത് മോസ്കിറ്റോ ആണ്? അനോഫിലസ് മോസ്കിറ്റോ, ക്യൂലെക്സ് മോസ്കിറ്റോ, സാൻഡ് ഫ്ലൈ, then ഹൗസ് ഫ്ലൈ. ഏതായിരിക്കും? The vector responsible for transmission of Wuchereria bancrofti in India is commonly ഏതാണ്? യെസ്, ഓപ്ഷൻ ബി, ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, ഒന്നും ആലോചിക്കാനില്ല. Filariasis is transmitted by mosquito bite. Culex is an important vector. Culex ആണ്, ഓർത്തിരിക്കുക, Culex. Filariasis is classified as foodborne infection, vector-borne infection, water-borne infection, soil-transmitted infection. ഇതിൽ നമുക്ക് ആലോചിക്കാനൊന്നുമില്ല, vector-borne infection ആണ്. ഓൾറെഡി നമ്മൾ വെക്ടറെ പരിചയപ്പെടും ചെയ്തു അല്ലേ. Mosquitoes transmitted filarial infection by bite. Culex mosquito എന്നൊക്കെ നമ്മൾ പറഞ്ഞു. Then adult filarial worm of lymphatic filariasis reside mainly in എവിടെയാ? intestine ആണോ, blood vessels only, lymphatic vessels, liver. അഡൾട്ട് ഫിലാരിയൽ വേം ആണ് കേട്ടോ, അഡൾട്ടാ ചോദിച്ചിട്ടുള്ളത്. അഡൾട്ട് ഫിലാരിയൽ വേം ഓഫ് ലിംഫാറ്റിക് ഫിലാരിയാസിസ് റിസൈഡ് മെയിൻലി ഇൻ ലിവറിലാണോ, ലിംഫാറ്റിക് വെസൽസ് ആണോ, ബ്ലഡ് വെസൽസ് ഓൺലി ആണോ, ഇൻഡസ്റ്റൈൻ ആണോ? എന്താണ്? യെസ്, ഓപ്ഷൻ സി, ലിംഫാറ്റിക് വെസൽസ്. ഓക്കെ, ഓപ്ഷൻ സി, ലിംഫാറ്റിക് വെസൽസ്. അഡൾട്ട് വേം ഇൻഹാബിറ്റ് ലിംഫാറ്റിക് വെസൽസ് കോസിംഗ് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ. Then next നോക്കാം, the larval form found in peripheral blood is called Cercaria, Microfilaria, Sporocyst, Rhabditiform larvae.
ലാർവൽ ഫോം ഫൗണ്ട് ഇൻ പെരിഫറൽ ബ്ലഡ് ഈസ് കോൾഡ് എന്ത് പറയും? സെർക്കാറിയ, മൈക്രോഫിലാരിയ, സ്പോറോസിസ്റ്റ്, റാബിഡിറ്റി ഫോം ലാർവേ. എന്താണ്? ലാർവൽ ഫോം ഫൗണ്ട് ഇൻ പെരിഫറൽ ബ്ലഡ്. യെസ്, മൈക്രോഫിലാരിയ. മൈക്രോഫിലാരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, എക്സാം എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. മൈക്രോഫിലാരിയ സർക്കുലേറ്റ് ഇൻ ബ്ലഡ് ആൻഡ് ആർ ഡിറ്റക്റ്റഡ് ഫോർ ഡയഗ്നോസിസ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും എല്ലാവരും കറക്റ്റ് ആണ്. പ്രവീണ, ദിതി, രമ്യ, ഹിബ, ചഞ്ചൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Microfilaria of Wucheria bank of tea show diurnal periodicity, no periodicity, nocturnal periodicity and seasonal periodicity. ഇതിലും ഞാൻ ഓപ്ഷൻ വായിക്കേണ്ട കാര്യമില്ല. മൈക്രോഫിലാരിയ വുച്ചേറിയ ബാങ്ക് ഓഫ് ടി ഷോ എന്താണ്, ഏത് പീരിയോഡിസിറ്റി ആണ്? ഓപ്ഷൻ വായിക്കേണ്ട കാര്യമില്ല അല്ലെ, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഏതാണ്, എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി, nocturnal periodicity. Okay, microfilaria appears in peripheral blood predominantly at night. Night ആണ് അല്ലേ? Then the nocturnal habit of microfilaria helps in treatment selection, diagnosis by timing blood collection and identifying adult worms and preventing mosquito breeding. ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നേ ട്രീറ്റ്മെന്റ് സെലക്ഷൻ ആണോ, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ബൈ ടൈമിംഗ് ബ്ലഡ് കളക്ഷൻ ആണോ, അല്ലെങ്കിൽ അഡൽട്ട് വേം ഐഡന്റിഫൈ ചെയ്യാണോ, അല്ലെങ്കിൽ പ്രിവെന്റിംഗ് മോസ്കിറ്റോ ബ്രീഡിംഗ്? എന്താണ്? വേഗം 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 കമന്റ് ചെയ്യാ. യെസ്, ഓപ്ഷൻ ബി ആണല്ലേ, ഡയഗ്നോസിസ് ബൈ ടൈമിംഗ് ഓഫ് ബ്ലഡ് കളക്ഷൻ ആണ്. ടൈമിംഗ് ബ്ലഡ് കളക്ഷൻ ആണ്. ബ്ലഡ് കളക്ഷൻ ഈസ് പ്രിഫറബിളി ഡൺ അറ്റ് നൈറ്റ് ആണ്, വെൻ മൈക്രോഫിലാരിയ ആർ അബൻഡന്റ് ആയിരിക്കും. Then next നോക്കാം. The usual timing for collection of blood sample in nocturnal periods, nocturnal filariasis is morning, afternoon, midnight hours, evening only. എന്തായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും വരിക? യെസ് യെസ് യെസ്, വേഗം വേഗം. യെസ്, സി, ഓപ്ഷൻ സി, midnight hours. ഓപ്ഷൻ സി. Microfilaria shows a maximum peripheral circulation during night. Night ആണ്. Then the parasite responsible for elephantiasis. ഇതും സിമ്പിൾ ആണല്ലേ, ഓപ്ഷൻ വായിക്കണോ ഞാൻ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. പാരസൈറ്റ് റെസ്പോൺസിബിൾ ഫോർ എലിഫന്റിയാസിസ് ഏതാണ്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ, വേഗം. വുച്ചേറിയ ബാങ്ക് ഓഫ് ടി ഉണ്ട്, ഇതില് ജിയാർഡിയ ലാംബ്ലി ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ദെൻ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക് ഉണ്ട്. ഏതായിരിക്കും വരുക? ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ എ, വുച്ചേറിയ ബാങ്ക് ഓഫ് ടി. Okay, chronic lymphatic obstruction by Wucheria causes elephantiasis. മന്ത് അല്ലേ? A mosquito acquires infection by sucking adult worm, microfilaria, eggs, cyst. Mosquito acquires infection by sucking എങ്ങനെയാണ്? Adult worms, microfilaria, eggs and cyst. Yes, microfilaria. Microfilaria, option B. Option B ആണ്, mosquito injures circulating microfilaria during blood feeding. Okay. In mosquito, microfilaria develop into eggs, adult worms, infective larvae and cyst. എന്താണ്? In mosquito, microfilaria develop into eggs, adult worm, infective larvae, cyst. Yes, infective larvae അല്ലേ, ഓപ്ഷൻ സി. Microfilaria undergo development in mosquito become infective L3 larvae. Filariasis belongs to the group of trematode, cestode, nematode, protozoa. എന്താണ്? Filariasis belongs to the group of എന്താണ്? trematode ആണോ, cestode ആണോ, nematode ആണോ, protozoa ആണോ? എന്തായിരിക്കും? Filariasis belongs to group of, yes, nematode. Okay, option C. Option C ആണ് അല്ലേ? Yes, yes. ഹിബ, ഗായത്രി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെമറ്റോഡ് ആണ്, നെമറ്റോഡ് ആണ്. ഫിലാരിയൽ വേംസ് ആർ ടിഷ്യൂ ഡ്വെല്ലിംഗ് നെമറ്റോഡ്സ് ആണ് അല്ലേ? നെമറ്റോഡും ട്രമറ്റോഡ്സും സിസ്റ്റോഡും അങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. ദ പ്രൈമറി സ്പെസിമെൻ ഫോർ ഡയഗ്നോസിസ് ഓഫ് ലിംഫാറ്റിക് ഫിലാരിയാസിസ്. ഏതാ പ്രൈമറി സ്പെസിമെൻ ആയിരിക്കും? ഏതായിരിക്കും? സ്റ്റൂൾ, ബ്ലഡ്, യൂറിൻ, സ്പ്യൂട്ടം. ഇതിലും ഞാൻ ഓപ്ഷൻ വെക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക്
ആൻസർ ചെയ്യാവുന്നതാണ്. എന്തായിരിക്കും? സ്റ്റൂൾ ആണോ, ബ്ലഡ് ആണോ, യൂറിൻ ആണോ, സ്പ്യൂട്ട് ആണോ? യെസ്, എന്തായിരിക്കും? ബ്ലഡ് ആണ് അല്ലേ? ബ്ലഡ് ആണ്. ഓപ്ഷൻ ബി. മൈക്രോഫിലാരിയ ആർ ഡിറ്റക്റ്റഡ് മെയിൻലി ഇൻ പെരിഫറൽ ബ്ലഡ് ആണ്. ഓൾറെഡി നമ്മൾ ഇത് റിലേറ്റ് ചെയ്തൊരു MCQ കണ്ടു. The simplest method for detection of microfilaria. ഏതാ simplest method? Wet smear examination, stool microscopy, culture, skin biopsy. Simplest method ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും simplest method? എന്തായിരിക്കും? യെസ്, എന്തായിരിക്കും? വെറ്റ് സ്മിയർ എക്സാമിനേഷൻ ആണ് അല്ലേ? നമ്മൾ ബ്ലഡ് സാമ്പിൾസ് വെറ്റ് സ്മിയർ എക്സാമിനേഷൻ ആണ്. വെറ്റ് സ്മിയർ അലൗ വിഷ്വലൈസേഷൻ ഓഫ് ആക്റ്റീവ്ലി moving microfilaria. Then in wet smear examination, microfilaria are identified by egg morphology, characteristic movement, cyst wall, spore formation. Wet smear examination ode microfilaria are identified by എന്താണ്? egg morphology ആണ്. yes, characteristic movement. Option B. Live microfilaria show active movement in wet preparation. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? മൂവ്മെന്റ് മൈക്രോഫിലാരിയയുടെ. Thick blood smear is mainly used for എന്തിനാണ്? Increased sensitivity of detection, identification of bacteria, viral diagnosis, culture preparation. Thick blood smear is mainly used for increased sensitivity of detection, identification of bacteria, viral diagnosis, culture preparation. എന്താണ്? Yes, increased sensitivity of detection. Option A. Option A ആണ്. Thick smear concentrates blood elements and improve detection of parasites. Parasitesന്റെ detection improve ചെയ്യുന്നു അല്ലേ? Then thick smear is more sensitive than wet smear. എന്തുകൊണ്ടാ? It containing more plasma, larger volume of blood examined, and it kill parasites and it stain bacteria. എന്തുകൊണ്ടാ പറയുന്നേ? Yes, larger volume of blood is examined അല്ലേ? Thick smear is more sensitive ആണ് wet smearനേക്കാളും because larger volume of blood is examined ചെയ്യുന്നുണ്ട് അല്ലേ? Concentration of parasite increases detection probability. Then next നോക്കാം. The stain commonly used for demonstration of microfilaria in blood smear. ഏതാണ്? ഏത് stain ആണ് commonly യൂസ് ചെയ്യുന്നത്? gram staining, ZL Nielsen, Giemsa, Albert stain. ഏതായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യേ. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. വേഗമായിക്കോട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് യെസ് ജിംസ സ്റ്റെയിൻ ആണ്. ബാക്കിയെല്ലാം നമ്മൾ എവിടെ യൂസ് ചെയ്യാം? ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, ആൽബർട്ട് സ്റ്റെയിൻ. ആൽബർട്ട് സ്റ്റെയിൻ എന്തിനാ ഉപയോഗിക്കാറ്? ഏത് ബാക്ടീരിയക്കാ? അല്ലെങ്കിൽ എന്ത് ഡിറ്റക്ട് ചെയ്യാനാ? ക്യാപ്സ്യൂൾ ആണോ, മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ആണോ, അല്ലെങ്കിൽ ഫ്ലജല്ല ആണോ, സ്പോർസ് ആണോ? എന്തിനാ ആൽബർട്ട് സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്? ആൽബർട്ട് സ്റ്റെയിൻ്റെ ഉപയോഗം എന്താ? ഓപ്ഷൻ ഡി ആൽബർട്ട് സ്റ്റെയിനോട് പറഞ്ഞു നമ്മൾ അല്ലേ? അതിന്റെ ഉപയോഗം എന്താ? എന്തിനാ ഉപയോഗിക്കുന്നേ? യെസ്, എന്തിനാ? കോർണി ബാക്ടീരിയത്തിലാണ് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ ഡിറ്റക്ട് ചെയ്യാം അല്ലേ? Giemsa stain, thick and thin blood smear are commonly used for identification of microfilaria and their morphological features. In a stained blood smear, Wuchereria bank microfilaria is identified by presence of sheath, absence of sheath, bipolar spores, and segmented body. In a stained blood smear, Wuchereria bank microfilaria is identified by presence of sheath, absence of sheath, bipolar spores, and segmented body. Yes, presence of sheath. Wuchereria bank microfilaria are sheathed organisms. The sheath is an important morphological feature. Then the tail of Wuchereria bank microfilaria shows nuclei extending to the tip and absence of nuclei at the tail tip and branching structure and hook-like structure. എന്തായിരിക്കും? ടെയിൽ ഓഫ് Wuchereria bank മൈക്രോഫിലാരിയ എങ്ങനെയാണ്? ന്യൂക്ലിയേ എക്സ്റ്റെൻഡ് ടു ദ ടിപ്പാണോ, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയേ അറ്റ് ദ ടിപ്പാണോ, ടെയിൽ ടിപ്പാണോ, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണോ, അല്ലെങ്കിൽ ഹുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണോ? എന്തായിരിക്കും?
വേഗം ഒന്ന് കമന്റ് ചെയ്തേ, വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ് യെസ്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ, വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്തേ, നോക്കട്ടെ, വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യാ, നമുക്ക് നോക്കാം. യെസ്, ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയർ അറ്റ് ദ ടെയിൽ ടിപ്പ്. ആരും ആൻസർ ചെയ്തിട്ടില്ലേ? യെസ്, രമ്യ, ഓക്കെ, വെരി ഗുഡ്. പ്രവീണ, ഓക്കെ. ബാക്കിയുള്ളവരെവിടെ? ഓക്കെ, ഹിബ, നുഹറിയ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ബി തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. A key identifying feature of Wucheria bank of tea is the absence of nuclei in the terminal portion of the tail. Then Bruggiamalai microfilaria differ from Wucheria bank of tea by എന്താ മെയിൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്? ആബ്സെൻസ് ഓഫ് ഷീത്ത് ആണോ, പ്രസൻസ് ഓഫ് 2 ടെർമിനൽ ന്യൂക്ലിയർ ഇൻ ദ ടെയിൽ ആണോ, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയർ ത്രൂഔട്ട് ദ ബോഡി ആണോ, അല്ലെങ്കിൽ ലാർജർ സൈസ് ഓൺലി? ഈ ബ്രിഗിയമലയും വുച്ചറിയ ബാങ്ക് ഓഫ് ടീയുടെയും മൈക്രോഫിലാരി എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് ഫിലാരിയാസിസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവരെങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? എങ്ങനെ നമുക്ക് ഇവരെ വേർതിരിച്ചറിയാൻ പറ്റുക? ഓക്കെ, അഞ്ജു, ഹിർഷാന, ഷിജിന, നവ്യ, പ്രൈസി, ലിജി, ഓക്കെ, വേഗം വേഗം. ചഞ്ചൽ, യെസ് യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. Bruggiamalai has a 2 distinct terminal nuclei in the tail, helping differentiate from Wucheria bank of tea. The preferred blood sample collection time for nocturnal periodic filariasis is 6 AM, 12 noon and around midnight and early evening only. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും വരിക? വേഗം ഒന്ന് കമന്റ് ചെയ്തേ, വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ, വേഗം ആയിക്കോട്ടെ, വേഗം ഒന്ന് കമന്റ് ചെയ്യൂ, വേഗം ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. എന്താ വരും ആൻസർ? എന്ത് വരും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ് യെസ്, ഓക്കെ. അനുപ്രിയ, ചിപ്പി, ദിതി, അശ്വതി, ഗായത്രി, ചഞ്ചൽ, ഓക്കെ, ഹിബ, നുഹ്രിയ, പ്രവീണ, എല്ലാവരും സി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അല്ലേ? സി ആണ്. Microfilaria shows a nocturnal periodicity with maximum concentration in peripheral blood. Okay, blood smear. Then thick blood smear is prepared by thick ആണ്, spreading small drop of blood tinely, spreading large drop of blood over the small area, mixing blood with the stool and centrifuging serum only. എന്തായിരിക്കും? thick blood smear is prepared by എങ്ങനെയാണ്? spreading a small drop of blood tinely ആണോ, അല്ലെങ്കിൽ spreading large drop of blood over small area ആണോ, അല്ലെങ്കിൽ സ്റ്റൂൾ വെച്ച് ബ്ലഡ് മിക്സ് ചെയ്യോ, അല്ലെങ്കിൽ സെറം സെൻട്രിഫ്യൂജ് ചെയ്യോ, എങ്ങനെയാണ്? thick smear. യെസ് യെസ്, ഓപ്ഷൻ ബി ആണ്, സ്പ്രെഡിങ് ലാർജ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഓവർ എ സ്മോൾ ഏരിയ. ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് ഓപ്ഷൻ ബി ആണ് അല്ലേ? thick smear examine a large quantity of blood and increases parasite detection. Then next നോക്കാം. The major advantage of thick smear examination is എന്താ major advantage? Better visualization of adult worm and increased sensitivity for detection low parasitemia and identification of bacteria and detection of antibodies. Major advantage എന്താണ്? Major advantage of thick smear is examination of എന്താണ്? better visualization of adult worm ആണോ, അല്ലെങ്കിൽ increased sensitivity for detecting low parasitemia ആണോ, അല്ലെങ്കിൽ identification of bacteria ആണോ, detection of antibodies? എന്താണ്? വേഗം. thick smear examinationന്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? വേഗം ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. നമ്മളൊരു 20 പേരോളം ഉണ്ട് അല്ലേ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, വേഗം 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 ഒന്ന് കമന്റ് ചെയ്യാ, വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. ഇപ്പോഴും സ്ഥിരം കമന്റ് ചെയ്യുന്ന കുറച്ച് പേരാണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ, തെറ്റിപ്പോയാലും പ്രശ്നമില്ല, നമുക്ക് നോക്കി കറക്റ്റ് ചെയ്യാലോ. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും. യെസ്, ഓപ്ഷൻ ബി.
ലവ്യ, രമ്യ, ഓക്കെ എല്ലാവരും ബി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻക്രീസ് സെൻസിറ്റിവിറ്റി ഫോർ ഡിറ്റക്ടിങ് ലോ പാരസൈറ്റിമി. ഓപ്ഷൻ ബി ആണ് അല്ലേ. Because more blood is examined, thick smear improve detection when microfilaria density is low. Then next നോക്കാം, the major limitation of wet smear examination is, and the major limitation, it cannot detect motile parasite and it requires larger blood volume and lower sensitivity compared with concentration methods. It cannot show movement. എന്താണ് മേജർ ലിമിറ്റേഷൻ? എന്താണ് വെറ്റ് സ്മിയർ എക്സാമിനേഷന്റെ മേജർ ലിമിറ്റേഷൻ എന്താണ്? cannot be detect motile parasite ആണോ, അല്ലെങ്കിൽ ലാർജ് ബ്ലഡ് വോളിയം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ലോ സെൻസിറ്റിവിറ്റി കമ്പയർഡ് വിത്ത് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആണോ, അല്ലെങ്കിൽ ഇറ്റ് cannot ഷോ മൂവ്മെന്റ്? എന്തായിരിക്കും? വേഗം വേഗം എല്ലാവരും കമന്റ് ചെയ്തേ, വേഗം. ലിമിറ്റേഷൻ ആണ്, മേജർ ലിമിറ്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വെറ്റ് സ്മിയർ എക്സാമിനേഷന്റെ മേജർ ലിമിറ്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ഒന്ന് കമന്റ് ചെയ്യൂ, വേഗം വേഗം. നിങ്ങൾക്ക് അറിയുന്ന കമന്റ് വേഗം ഒന്ന് ചെയ്യാ. എന്തായാലും നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? യെസ്, ഓപ്ഷൻ സി, വെരി ഗുഡ്. ലിജി, ചഞ്ചൽ, നുഹരിയ, അനുപ്രിയ, അഞ്ജു, ശ്രുതി, ഗായത്രി, രമ്യ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും സി തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. Wet smear is simple but may miss cases with a low microfilarial count. Then concentration techniques are useful in filariasis diagnosis because they destroy microfilaria, increase the number of microfilaria available for examination, and detect only adult worm and replace microscopy completely. Concentration technique are useful in filariasis diagnosis because എന്തുകൊണ്ടാ? Because they destroy microfilaria ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇൻക്രീസ് നമ്പർ ഓഫ് മൈക്രോഫിലാരിയ അവൈലബിൾ ഫോർ എക്സാമിനേഷൻ ആണോ, അല്ലെങ്കിൽ ഡിറ്റക്ട് ഓൺലി അഡൾട്ട് വേംസ് ആണോ, അല്ലെങ്കിൽ റീപ്ലേസ് മൈക്രോസ്കോപ്പി കംപ്ലീറ്റ്ലി? എന്താണ് എന്താണ്? യെസ്, ഓപ്ഷൻ ബി. ഓക്കെ, ദിതി, നിയ, ഫാത്തിമ, വെരി ഗുഡ്. ഇൻക്രീസ് നമ്പർ ഓഫ് മൈക്രോഫിലാരിയ അവൈലബിൾ ഫോർ എക്സാമിനേഷൻ. ഓക്കെ, ചഞ്ചൽ. ഓക്കെ, എല്ലാവരും ബി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കോൺസെൻട്രേഷൻ മെത്തേഡ് ഇംപ്രൂവ് ഡിറ്റക്ഷൻ ബൈ എങ്ങനെയാണ്? കോൺസെൻട്രേറ്റിംഗ് മൈക്രോഫിലാരിയ ഫ്രം ബ്ലഡ്. ദെൻ നെക്സ്റ്റ് നോക്കാം, നോട്ട്സ് കോൺസെൻട്രേഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യാം. Knot concentration technique is used for concentration of microfilaria, detection of malaria pigment, stool concentration, fungal culture. ഇതിൽ ഓപ്ഷൻസിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. കൺഫ്യൂസിങ് ആക്കിയിട്ടുള്ള ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ഡയറക്റ്റ് ആണ് അല്ലെ. ഓപ്ഷൻ എ. ഓക്കെ, പ്രസി. ഓക്കെ, അനുപ്രിയ, നവ്യ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ്. ലിജി, ഹിബ. ഓക്കെ ഓക്കെ. Knots method concentrates microfilaria and improve microscopic detection. The principle of knot method involve filtration of urine, lysis of RBC and concentration of microfilaria, culture of larvae and antibody detection. ഇതിലും നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല അല്ലെ. ഓപ്ഷൻ ബി ആണ്. പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട്സ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ലൈസിസ് ഓഫ് RBC and concentration of microfilaria. Okay, red cells are lysed, allowing microfilaria to be concentrated for examination. Membrane filtration technique for filariasis diagnosis uses stool sample, large volume of sample, urine only, sputum sample. Membrane filtration technique for filariasis diagnosis uses എന്താണ്? stool sample ആണോ, large volume of blood ആണോ, urine only, sputum sample? എന്താണ്? യെസ്, large volume of blood. Membrane filtration concentrates microfilaria from larger volume of blood ആണ്. ഓപ്ഷൻ ബി ആയിരുന്നു നമ്മുടെ ആൻസർ. Then next നോക്കാം, the major advantage of membrane filtration technique. എന്താ major advantage? High sensitivity, detect adult worm only, requires no blood sample and detect bacterial infection. എന്താണ് major advantage? Yes,
Yes, high sensitivity ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ്. It's useful when microfilaria present at very low numbers. And DEC provocation test is performed by administration of albendazole, diethyl carbamazine, and ivermectin and praziquantel. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. DEC പ്രൊവോക്കേഷൻ ടെസ്റ്റ് ആൽബൻഡസോൾ ആണോ, ഡൈഥൈൽ കാർബമൻസ് ആണോ, ഐവർമെക്റ്റിൻ ആണോ, പ്രാസിക്വൻറ്റിൻ ആണോ? എന്തായിരിക്കും? യെസ് യെസ് യെസ്, വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, ഡൈഥൈൽ കാർബമസീൻ ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ചഞ്ചൽ, രമ്യ, ഹിബ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. DEC can stimulate release of microfilaria into peripheral blood and its aid diagnosis. Then a patient suspected of filariasis has a negative daytime blood smear. The next step in the reject diagnosis, collect night blood sample, examine stool, perform urine culture. Suspected of filariasis എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, has a negative daytime blood smear. അപ്പൊ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? ഒന്നും നോക്കാനില്ല, കളക്ട് നൈറ്റ് ബ്ലഡ് സാമ്പിൾ ആണ്. Nocturnal periodicity causes a higher microfilarial density during night. The most important laboratory finding in lymphatic filariasis is detection of eggs in stool, microfilaria in blood, cyst in urine, larvae in sputum. എന്തായിരിക്കും? Yes, microfilaria in blood. Okay. Demonstration of microfilaria confirm infection. The diagnosis stage of Wucheria bank of tea in human. Diagnosis stage ആണ് കേട്ടോ. എഗ്, മൈക്രോഫിലാരിയ, അഡൾട്ട് മെയിൽ ഓൺലി, സിസ്റ്റ്. എന്താണ്? വേഗം കമന്റ് ചെയ്യ്, വേഗം. ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ഓഫ് Wucheria bank of tea in humans. എഗ്, മൈക്രോഫിലാരിയ, അഡൾട്ട് മെയിൽ ഓൺലി, സിസ്റ്റ്. എന്താണ്? വേഗം, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, മൈക്രോഫിലാരിയ. ഓപ്ഷൻ ബി. ഓക്കെ, നിയ, ഫാത്തിമ, ചിപ്പി, അനുപ്രിയ, Chanjal, Rimya. Okay, very good. Microfilaria circulate in blood and are detected by laboratory methods. Then, which of the following is not a concentration method for microfilaria? Not method, membrane filtration, thick blood smear, stool sedimentation. Which of the following is not a concentration method for microfilaria? Yes, stool sedimentation ആണല്ലേ. ബാക്കിയെല്ലാ നോട്ട്സ് മെത്തേഡ്, മെംബ്രെയിൻ ഫിൽട്രേഷൻ, തിക് സ്മിയർ ഒക്കെ ഉണ്ട്. സ്റ്റൂൾ കോൺസെൻട്രേഷൻ മെത്തേഡ് ആർ യൂസ്ഡ് ഫോർ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്സിനാണ്, ബ്ലഡ് ഫിലാരിയൽ വോംസിന് അല്ല. The laboratory diagnosis of filarial depends mainly on detection of microfilaria, detection of eggs, detection of cyst, detection of trophozoite. Laboratory diagnosis of filariasis depends mainly on എന്താണ്? യെസ്, ഡിറ്റക്ഷൻ ഓഫ് മൈക്രോഫിലാരിയ. ഓപ്ഷൻ എ. അഞ്ജു, ഹിബ, രമ്യ, യെസ്, അനുപ്രിയ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. മൈക്രോഫിലാരിയ ആർ ദ സർക്കുലേറ്റിംഗ് ഡയഗ്നോസിസ് ഫോം ഇൻ ബ്ലഡ്. ഓക്കെ, നമ്മൾ MCQ തീരാനായി കേട്ടോ. The most appropriate combination of diagnosis of nocturnal filariasis is ഏതാണ്? Morning stool examination, night blood collection plus smear examination, urine microscopy only, skin scrapings. നമുക്കൊന്നും നോക്കാനില്ല, ഓപ്ഷൻ ബി ആണ്. നൈറ്റ് ബ്ലഡ് കളക്ഷൻ ആണ് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അല്ലേ, ആദ്യം മുതലേ MCQ ഉണ്ടായിരുന്നു. ബിക്കോസ് nocturnal periodicity, night blood collection increases the chance of detecting microfilaria. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ JLA വരുന്ന ടോപ്പിക്കാണ്. നമുക്ക് ജസ്റ്റ് ലാബ് ഡയഗ്നോസിസ് ഓഫ് ഫിലാരിയാസിസ് ഉണ്ടായിരുന്നു അല്ലെ, പാരസൈറ്റോളജി. വളരെ ചെറിയൊരു ഏരിയ മാത്രമേ നിങ്ങൾക്ക് JLA പഠിക്കാനുള്ളൂ. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ കൺഫർമേഷൻ IMSന്റെ അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ ഒക്കെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സെപ്റ്റംബർ 11 വരെയാണുള്ളത്.
എക്സാം വരുന്നത് November 27th. അപ്പോൾ നമ്മൾ എഡ്യൂസ് അക്കാദമിയിൽ തന്നെ നമ്മളൊരു പോസ്റ്റർ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ കുറച്ച് പേര് ഇതുപോലെ JLAക്ക് ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് കൺഫർമേഷൻ കൊടുക്കാതെ അബദ്ധം പറ്റിയവരുണ്ട്. അപ്പോൾ അതുപോലെ ഈ എക്സാമിന് നിങ്ങളിത് ആവർത്തിക്കരുത്. എന്തായാലും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ JLA എക്സാം വരുന്നത് നമുക്ക് October 3. കറക്റ്റ് ഇനി ഒരു മാസം തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഓണാണ്, അറിയാം, പല തിരക്കുകളുണ്ടാവും. പക്ഷെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ആഘോഷങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പഠിപ്പിലോട്ട് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ചെറിയ ഏരിയയിൽ അല്ലെങ്കിൽ ഇന്ന ഭാഗത്തിന്റെ മാത്രം MCQ സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ആ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു Q&A സെക്ഷനായിട്ട് കാണാം. താങ്ക് യു.